ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതനാകാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞ് ഹൈക്കോടതി. നാടകം കളിക്കരുത് എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ജാമ്യം റദ്ദാക്കുമെന്നും വേണ്ടി വന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും അഭിഭാഷകനെ കോടതി അറിയിച്ചു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത്. ബോബിക്ക് വേണ്ടി അഭിഭാഷകൻ മാപ്പ് പറഞ്ഞെങ്കിലും 1:45 വീണ്ടും കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. അതിനിടെ തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ച വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ മാറ്റിവെച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, 1:45 കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. ഒരു കോടതിയിൽ ഒരു മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ നൽകുമായിരിക്കും ബോബി ചെമ്മണ്ണൂർ. അത് കോടതിക്ക് സ്വീകാര്യമാകുമോ എന്നറിയില്ല. കോടതി നടപടികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ നീക്കങ്ങളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ശനിദശ മാറുന്നില്ല എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യമുണ്ട്. റിമാൻഡ് തടവുകാർക്ക് വേണ്ടിയാണ് താൻ അകത്ത് ഒരു ദിവസം കൂടി കിടന്നത് എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ ബോബി ചെമ്മണ്ണൂരിന് ആര് അധികാരം നൽകി എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. ഇവിടുത്തെ നീതിന്യായ സംവിധാനം പിന്നെ എന്തിനാണ് എന്ന് ഇന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ ജുഡീഷ്യറിയെയും ഹൈക്കോടതിയെയും അവഹേളിച്ചാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറയാൻ സെക്കൻഡുകൾ മതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ജാമ്യത്തിലിറങ്ങൽ വൈകിച്ചത് എന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ ബോബി ചെമ്മണ്ണൂരിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ബോബിയോട് ഫോണിൽ സംസാരിച്ച് അക്കാര്യം കോടതിയെ അറിയിക്കാൻ നിലവിലിപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ചു. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ഹാജരായത്. അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യനെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചു എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഇനി അദ്ദേഹം ഹാജരാകേണ്ട, മറ്റാരെങ്കിലും എത്തിയാൽ മതി എന്ന് അദ്ദേഹത്തോടുള്ള ബഹുമാനം സൂചകമായി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തും പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാം എന്ന ധാരണ വേണ്ട. ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ബോബി ചെമ്മണ്ണൂർ. 1 മാസം കൊണ്ട് ഇതിന്റെ വിസ്താരം പൂർത്തിയാക്കും. ബോബി ചെമ്മണ്ണൂരിന് മറ്റ് തടവുപുള്ളികൾക്കൊപ്പം ജയിലിൽ തന്നെ തുടരാം എന്നൊക്കെ കോടതി പറയേണ്ടി വന്നു. രോഷം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കോടതി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അത്രയധികം വിമർശനം ഇന്ന് ബോബി ചെമ്മണ്ണൂർ കേട്ടു. മുന്നറിയിപ്പുണ്ടായി. 1:45 വരെ കാത്തിരിക്കണം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുമോ എന്നറിയാൻ. തൃപ്തികരമായ മറുപടി നൽകാൻ എന്തായാലും അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം മാധ്യമങ്ങളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടു എന്നാണ് കോടതി പറഞ്ഞത്. അതിനർത്ഥം രാവിലെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ബോബി ഉറച്ചു നിൽക്കുമോ അതോ സാഷ്ടാംഗം മാപ്പ് പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതല്ലാതെ മറ്റു പോംവഴിയൊന്നും ബോബിക്ക് മുന്നിൽ അല്ല. ശ്രീകാന്ത്, ഇതിലിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇന്ന് 12 മണിക്ക് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ മാപ്പപേക്ഷ നൽകിയല്ലോ, മാപ്പ് പറഞ്ഞല്ലോ ബോബിക്ക് വേണ്ടി. അപ്പോൾ അത് കോടതി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ 1:45 കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അപ്പോൾ ഈ ആദ്യം അഭിഭാഷകൻ പറഞ്ഞ മാപ്പ് കോടതിക്ക് സ്വീകാര്യമല്ല. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഹാജരായി മാപ്പ് പറയണം എന്നാണോ കോടതി ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ബോബി ചെമ്മണ്ണൂർ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. ഫോണിൽ വിളിച്ച് എന്താണ് ബോബിക്ക് പറയാനുള്ളത് എന്ന കാര്യം ബോധിപ്പിക്കാൻ ആണ് അഭിഭാഷകനോട് പറഞ്ഞത്. എന്തായാലും രാമൻപിള്ള, അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ജൂനിയർ അഭിഭാഷകരിൽ ആരെങ്കിലും ഒരാൾ കോടതിയിൽ ഹാജരാകും. മിക്കവാറും അഡ്വക്കേറ്റ് ധനിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഹാജരായി ബോബിക്ക് പറയാനുള്ള കാര്യം ഫോൺ മുഖേന ചോദിച്ചറിഞ്ഞ് അത് കോടതി അറിയിക്കും. അത് മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ എന്നതിനപ്പുറത്തേക്ക് ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിൽ കയറി പറയാൻ പറ്റില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ സ്വയം ഒരു കോടതിയല്ല. അതിനാൽ തന്നെ നിരുപാധികം മാപ്പ് പറഞ്ഞ് എങ്ങനെയും തടി കഴിച്ചിലാക്കുക, അത് തന്നെയാകും ചെയ്യാൻ പോകുന്നത്. 12 മണിക്ക് നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിലും അത് അഭിഭാഷകനാണ് പറഞ്ഞത്. അത് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് തന്നെ ഇതിൽ വിശദീകരണം വേണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. കാരണം പണത്തിന്റെ ഹുങ്ക് ജുഡീഷ്യറിയോട് വേണ്ട. ഇതാണ് മുന്നറിയിപ്പ്. യെസ്, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ 12 മണിക്ക് കേസ് പരിഗണിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ബോബി ചെമ്മണ്ണൂർ തൃശൂർ പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിയുടെ പുതിയ പരാമർശങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ആ വാർത്താ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. വൈകിട്ട് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടുതലുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും കോടതി നടപടികൾക്കനുസരിച്ചായിരിക്കും ഇനി ഉള്ള നീക്കങ്ങളെന്ന് വ്യക്തമാണ്.